എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നരച്ച മുടിയെ പെട്ടെന്ന് നമുക്ക് കറുപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകളെ നമുക്കൊന്ന് മാറ്റി നിർത്താം. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ കാരണം ഇനി ആർക്കും അലർജി ഒന്നും വരില്ല കേട്ടോ. വീട്ടിൽ തന്നെ ഇങ്ങനത്തുള്ള ഡൈകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടുപറമ്പിൽ സുലഭമായിട്ട് ഇപ്പോൾ ഒരു ഫ്ലാറ്റിലാണെങ്കിൽ പോലും ഒരു മൂട് പനിക്കൂർക്ക അല്ലെങ്കിൽ ഞവരയില കാണാത്ത വീടുകളില്ല അല്ലേ. അതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. നമ്മൾ ഞവരയില വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അന്നേരം അത്രയേറെ ഗുണകരമായിട്ടുള്ള ഞവരയില വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഡൈ നമുക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ തലമുടിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എല്ലാവരും അല്ലേ. അവർക്കൊക്കെ സമൃദ്ധമായിട്ട് വളരാനും അകാലം നര വരാതിരിക്കാനും താരനും ചുറിച്ചിലൊക്കെ മാറി നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സിറം പോലുള്ള സംഭവങ്ങൾ നമ്മളിതിൽ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇൻസ്റ്റൻറ്റ് ഡൈ എന്നൊക്കെ പറയുമ്പം അത് ഭംഗിവാക്കല്ല, അങ്ങ് പടർന്നു ഒന്നുമില്ല. നമ്മൾ ഒരുപാട് ഡൈകൾ, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡൈ ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് വെച്ചിട്ട് ഡൈ ചെയ്യാനൊക്കെ മാറ്റി നിർത്തുന്നവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് കേട്ടോ. അന്നേരം നമ്മൾ ആദ്യം എടുത്തേച്ച് കടുക്കയുടെ കുരു എടുക്കുന്നില്ല, സീഡില്ലാണ്ട് അതിൻ്റെ തോല് മാത്രം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക ഉണങ്ങിയതോ അല്ലെങ്കിൽ പച്ചയോ ചേർത്ത് കൊടുക്കാം. നെല്ലിക്കപ്പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്ലാറ്റ് സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നേരെ അടപ്പിലോട്ട് വെക്കുകയാണ്. ഇത് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിതിലേക്ക് പനിക്കുറുക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഒരുപാട് ഇതിൻ്റെയൊക്കെ ഗുണങ്ങളിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നെല്ലിക്കയാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരെണ്ണം കഴിക്കുകയാണെങ്കിൽ അത്രയേറെ ഗുണകരമാണ്. ഈ ഒരു കടുക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് കേട്ടോ. അത് ഭയങ്കര റിസൾട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു പനിക്കുറുക്കയും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അന്നേരം ഈ ഒരു സിമ്പിൾ കാര്യമാണ്. കടുക്ക നമുക്ക് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പനിക്കുറുക്ക നമ്മുടെ വീട്ടിലുള്ളതാണ്. ഫ്ലാറ്റ് സീഡ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. പിന്നെ നെല്ലിക്ക പൊടിയോ അല്ലെങ്കിൽ നെല്ലിക്ക ഉണക്കിയത് എടുക്കാം, അല്ലെങ്കിൽ പച്ച നെല്ലിക്ക വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നമ്മളിതുപോലെ ഉണക്കിയൊക്കെ വെക്കുന്നത് കുറേ നാളത്തിന് കേടുകൂടാ അത് ഇരിക്കും കേട്ടോ. അതിൽ ഇതിപ്പം നല്ലപോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു ഫ്ലാറ്റ് സീഡിൻ്റെയാണ് കുറുകി വരുന്നത് കേട്ടോ. ഇതിനെ നമ്മൾ ഒരു തുണിയിലാണ് അരിക്കേണ്ടത്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അരിപ്പയിൽ അരിച്ച് കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് രീതി കിട്ടില്ല. അതിൻ്റെ മാക്സിമം നീര് മൊത്തത്തിലെടുക്കുക. ഈ ഒരു കറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊക്കെ ആയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു കളർ വരാൻ പോയത്. കയ്യിൽ നമ്മൾ സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, നമ്മൾ തലയിൽ തേക്കുമ്പോൾ ഉള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അന്നേരം ഈ ഒരു വെള്ളം നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ തലയോട്ടിലും തലമുടിയിലും നമ്മൾ തേച്ച് കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അന്നേരം ഇതിപ്പോൾ നരച്ച മുടി മാത്രം ഉള്ളവർക്ക് വേണ്ടിയുള്ളതല്ല, മുടി ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഒരു വെള്ളം നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത്ര നല്ല ഡാർക്ക് കറുപ്പാണ്. ഇത് തേക്കുമ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷെ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി അന്നേരം തന്നെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്, ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതിനെക്കാട്ടി കേട്ടോ. അതായത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക. നിസ്സാരമായിട്ടുള്ള ചേരുവകളാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. നമുക്കെല്ലാം ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഒരു കടയ്ക്കൊക്കെ വളരെ നിസ്സാര പൈസകളേ ഉള്ളൂ. ഒരെണ്ണം മതി നമുക്ക് ഒരാൾക്ക് വേണ്ടിയുള്ളത്. ഇതിപ്പോൾ ഒരാൾക്കല്ല, 2 പേർക്ക് എടുക്കാനുള്ളതുണ്ട്. ഭയങ്കര ആ ഒരു കടിക്കയും പ്രത്യേകിച്ച് ഈ ഒരു നമ്മുടെ പനിക്കുറുക്കയുടെ എന്ന് വെച്ചാൽ അതിനൊരു ചെറിയൊരു കറയുണ്ട്. അതിന് അത്രയേറെ ഗുണകരമാണ്. മുടി പെട്ടെന്ന് നരച്ച മുടിയെ നമുക്ക് കറുപ്പിക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ. ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് ഡൈ ആണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഡൈ എന്ന് പറയുമ്പം അത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റൻറ്റ് ഡൈ എന്ന് പറയുമ്പോൾ നമുക്കതൊരു അതിശയം തോന്നും. അതല്ല, നമുക്ക് വീഡിയോയിൽ നിങ്ങൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ 3 പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഡൈ പല രീതിയിലുള്ളത് കിട്ടും. പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിന് നല്ല റേറ്റും ആയിരിക്കും. പക്ഷേ അതിൽ ചേർത്തിരിക്കുന്ന ചേരുവ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മിക്ക ആൾക്കാർക്കും ഈ അലർജി പ്രശ്നം കാരണമാണ് മിക്ക ആൾക്കാരും നാച്ചുറലോട്ട് തിരിയുന്നത്. അന്നേരം ഈ ഇൻസ്റ്റൻറ്റ് ഡൈ എന്ന് പറയുമ്പോഴാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും പൈസ കൊടുത്തതിന് ഉടനെ ഡൈ കിട്ടും, അത് ഉപയോഗിക്കാം. പക്ഷെ അത് ഉപയോഗിച്ചാൽ ഈ ഒരു പെട്ടെന്ന് അലർജി പ്രശ്നമല്ല മറ്റ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ടെൻഷനാണ്. നാച്ചുറലാകുമ്പോൾ അങ്ങനൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കാലവും നിൽക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ പനിക്കൂർക്ക അല്ലെങ്കിൽ ഞവരയിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ കുളിക്കുന്ന വെള്ളത്തിൽ, നമ്മൾ തല കഴുകുന്ന വെള്ളത്തിൽ ഇത് തിളപ്പിച്ച് ആറ്റിയിട്ട് അത് നമ്മൾ സാധാ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ നീര് മാക്സിമം എടുക്കാം. കൊച്ചുങ്ങളൊക്കെ അങ്ങനെയാണ് കുളിപ്പിക്കുന്നത്. അതല്ലാത്ത പക്ഷം നമുക്ക് അതിൻ്റെ ആ പച്ച ഇലയുടെ നീര് വേണമെങ്കിലും നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തലയോട്ടിലും തലമുടിയിലും തേച്ചാൽ നല്ല റിസൾട്ടാണ്. ഇത് വെച്ച് നമ്മൾ കഷായം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. ഇതിപ്പം നമ്മളിതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം 3
ഞവരയില അല്ലെങ്കിൽ പനികൂർക്കയുടെ ഇല നമ്മളിതുപോലെ വാട്ടാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കാം. അന്നേരം ഒരുപാടങ്ങ് വാട്ടി പോകണ്ട. ഞാൻ വെച്ച് പച്ചയായിട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അത് കരിഞ്ഞ് വന്നില്ലെങ്കിൽ അതിനൊരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ലല്ലോ. അന്നേരം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞവരയിലയുടെ നീരും തേനും ഒക്കെ നമ്മൾ ചേർത്ത് നമ്മുടെ ജലദോഷം, തുമ്മൽ അങ്ങനത്തുള്ള തൊണ്ടവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും അത്രയേറെ ഗുണകരമാണ് കേട്ടോ. ദിവസവും നമ്മൾ വെറുതെ മറ്റ് പൊടികളൊക്കെ ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിന് ഭേദം ഞവരയിലയുടെ 1-2 ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. പ്രത്യേകിച്ച് തൊണ്ടവേദന, ജലദോഷം അങ്ങനത്തുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. പേരിൽ തന്നെ ഉണ്ട് പനിക്കുറുക്ക. അത് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കേട്ടോ. ഈ 3 ഇല വാട്ടിയത് നമ്മളിതുപോലെ ഒരു കോട്ടണിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം അയമോദകമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ നേരെ തിരി പോലെ നമ്മൾ കത്തിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരേ അളവിലുള്ള 2 ഗ്ലാസ്സോ പാത്രങ്ങളോ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ വെക്കും. ഇതിലേക്ക് ഒഴിക്കുന്നത് ഒന്നുകിൽ നെയ്യ് ഒഴിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ തലത്തേക്കുന്ന ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ കത്തി കഴിയുമ്പോഴത്തേന് അതിൽ നമുക്ക് കുറച്ച് കരിയിട്ട് ആ കരി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഡൈ തയ്യാറാക്കാം, പാക്കിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഓയിൽ തയ്യാറാക്കാം. അതുപോലെ ഇപ്പം നമ്മൾ തയ്യാറാക്കുന്ന ഇൻസ്റ്റൻറ്റ് ഡൈ ആണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഡൈയിലോട്ട് ഉപയോഗിക്കുക. ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് വളരെ കുറച്ച് മാത്രം മതി. നമുക്ക് ഒരാൾക്ക് വേണ്ടി എടുക്കേണ്ടത്, ഒരാൾക്കല്ല 2-3 പേർക്ക് എടുക്കാൻ പറ്റും. ഒരു പിഞ്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ചേരുവകളിൽ മാറ്റങ്ങൾ വരുത്താം. ഒരുപാട് രീതിയിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈകൾ തയ്യാറാക്കും. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമുക്ക് എല്ലാ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് നമുക്ക് എന്തിനേയും കൂടെ നമ്മൾ പാക്കിൻ്റെ ഡൈയുടെ ഒക്കെ കൊടുത്ത് ചേർത്ത് അത്രയേറെ ഗുണകരമാണ് കേട്ടോ. വെറുതെ വെളിച്ചെണ്ണയുടെ മിക്സ് ചെയ്താലും നല്ലതാണ്. നമ്മൾ പല രീതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ വാസിലിനാണ് എടുക്കുന്നത്. നമ്മൾ വാസിലിനും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. അതും ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മിക്സിങ്ങും കൂടെ ഈ ഒരു ചെറിയൊരു കരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ തലമുടിയൊക്കെ ചീവി കഴിയുമ്പോൾ ഇങ്ങോട്ട് നരച്ച മുടി കാണുമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ലോങ് ടൈമിലേക്കാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നിൽക്കുന്നത്. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. നമ്മളല്ലാതെ ഡൈ ചെയ്യുന്ന ഒരു ഇതില്ല. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ തലയിൽ അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം തലയിലൊക്കെ തുണി ഇടുന്നതാണ് എപ്പോഴും നല്ല കേട്ടോ. അത് നമ്മൾ ചീവിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലെങ്ങും പടരില്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ. ഇതിപ്പോൾ വാസലിന് എല്ലാ വീടുകളിലും കാണും. ഇതൊരു ചെറിയ 10 രൂപയുടെ വാസലിനാണ് കേട്ടോ. അതല്ലാത്ത പക്ഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തലത്തേക്ക് ഏത് എണ്ണ ചേർത്തിട്ട് ഒരു ഓയിൽ രീതിയിലോട്ട് ഉപയോഗിക്കാം. ഗ്ലിസറിൻ, അലോവേറ ജെല്ല് ചേർത്ത് മിക്സ് ചെയ്യാം. അതുമല്ലെങ്കിൽ ആവണക്കണ്ണയുടെ എണ്ണ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതൊന്നും പടരുന്നതല്ല, നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഈ നരച്ച മുടിയെ നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് കറുപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭംഗിവാക്കല്ലാണ്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്ന് നമ്മൾ കുറേ നേരത്തിന് അത് കാണും. ലോങ് ടൈമിലേക്കാണ്, ഒരു ദിവസം ഫുൾ അതങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ പോയി ഇങ്ങനെ കൈയിട്ടൊലമ്പോ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. അന്നേരം കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മളങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. മാക്സിമം നമ്മളത് അങ്ങനെ തന്നെ അങ്ങ് വെക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഡൈ ചെയ്യാൻ മടിയുള്ളവർക്ക് പെട്ടെന്ന് പുറത്ത് പോകാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ അങ്ങങ്ങാട്ട് കടന്ന് ഈ നരയെ നമ്മളൊന്നുകിൽ ചിലപ്പം കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ പുഴുത് കളയും. അതിലും ഭേദം ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് ഡൈകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് ഭേദം ഇതുപോലെ ഒരു തവണ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തിന് ഒരുപാട് പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ആ ഒരു വെള്ളവും അത്രയേറെ ഗുണകരമാണ്. അന്നേരം തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ മുടി നരയ്ക്കും അതുപോലെ മുടി പൊഴിച്ചിലിനും താരനൊക്കെ തക്കതായിട്ടുള്ള കാരണമുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരുപാട് ടെൻഷനും അമിതമായിട്ടുള്ള മെൻ്റൽ പ്രഷറൊക്കെ നമ്മൾ അനുഭവിക്കും. നമ്മുടെ ജീവിതമാണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷേ നമ്മൾ അത്രയേറെ പ്രഷർ നമ്മൾ ഉള്ളിലോട്ട് ഉൾക്കൊള്ളുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫലമാണ് നമുക്ക് അമിതമായിട്ടുള്ള മുടി പൊഴിച്ചിൽ, ഉറക്കമില്ലായ്മ, വൈറ്റമിൻ ഡിയുടെ കുറവ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു റിസൾട്ടാണ് നമുക്ക് അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് അറിയിക്കുന്നതിനുള്ള മെയിനായിട്ടുള്ള തെളിവാണ് മുടി പൊഴിയുന്നതും മുടി നരയ്ക്കുന്നതും. തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആരോഗ്യമായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. നമുക്ക് പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിക്കുക. ദിവസം ഒരു മുട്ടയെങ്കിലും ഒരു നെല്ലിക്കയെങ്കിലും ഒക്കെ കഴിക്കുക. പിന്നെ നല്ലതായിട്ട് ഉറങ്ങുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ പകുതി പ്രശ്നങ്ങൾ മാറും. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.